നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയുടെ തോട്ടം മേഖലയിൽ കരുത്ത് കാട്ടാനൊരുങ്ങി DMK. പീരുമേട് ദേവികുളം താലൂക്കുകളിലാണ് DMK ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും DMK നേതാക്കൾ. ഇടുക്കിയിൽ വീണ്ടും കാട്ടാനാക്രമണം. ശാന്തൻപാറ തൊണ്ടിമലയിൽ ഒറ്റയാൻ വീട് തകർത്തു. സന്തോഷ് രാജയുടെ വീടാണ് വെളുപ്പിന് 2 മണിക്ക് ചക്കക്കൊമ്പൻ തകർത്തത്. വീട്ടിൽ ആളില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. സർക്കാരിന്റെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിനെതിരെ വിമർശനവുമായി ആദിവാസി കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി. സഞ്ചാരികൾക്ക് ഇടുക്കി ആർച്ച് ഡാം ഇനി നടന്നു കാണാം. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കാൽനട യാത്രയ്ക്കുള്ള ടിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയുടെ തോട്ടം മേഖലയിൽ കരുത്ത് കാട്ടാനൊരുങ്ങി DMK. പീരുമേട് ദേവികുളം താലൂക്കുകളിലാണ് DMK ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് DMK നേതാക്കൾ. ഇടുക്കിയിലെ അതിർത്തി മേഖലകളായ ദേവികുളം, പീരുമേട് താലൂക്കുകളിലാണ് DMK മത്സരിക്കുന്നത്. തോട്ടം തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനം തങ്ങൾക്കുണ്ടെന്നാണ് അവകാശവാദം. പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്നാറിലും ഉപ്പുതറയിലും ഓഫീസുകളും പ്രവർത്തനം ആരംഭിച്ചു. ഉപ്പുതറ പഞ്ചായത്തിൽ 6 വാർഡുകളിലും 2 ബ്ലോക്ക് ഡിവിഷനുകളിലും, ചിന്നക്കനാൽ പഞ്ചായത്തിലെ 5 വാർഡുകളിലും 1 ബ്ലോക്ക് ഡിവിഷനിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. തമിഴ് വോട്ടർമാർ കൂടുതലുള്ള പീരുമേട് പഞ്ചായത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തും. DMK ഈ പ്രാവശ്യം ഇലക്ഷനിൽ ഞങ്ങൾ മുന്നണികളുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ പീരുമേട് താലൂക്കിൽ ഉപ്പുതറ പഞ്ചായത്തിൽ 6 വാർഡുകളിലായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്കിലേക്ക് 2 സ്ഥാനാർത്ഥികളിൽ, പിന്നെ ദേവികുളം താലൂക്കിൽ ഒരു 3-5 വാർഡുകളിലായിട്ട് നിർത്താനും അവിടെ ബ്ലോക്കിലേക്ക് മത്സരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ ആനുകൂല്യം തോട്ടം തൊഴിലാളികൾക്ക് തരപ്പെടുത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്കായിരുന്നു DMK പിന്തുണ നൽകിയത്. ഇത്തവണ മുന്നണികൾ പിന്തുണ ആവശ്യപ്പെടാത്തതിനാലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇടുക്കിയിൽ വീണ്ടും കാട്ടാനാക്രമണം. ശാന്തൻപാറ തോണ്ടിമലയിൽ ഒറ്റയാൻ വീട് തകർത്തു. സന്തോഷ് രാജയുടെ വീടാണ് വെളുപ്പിന് 2 മണിക്ക് ചക്കക്കൊമ്പൻ തകർത്തത്. വീട്ടിൽ ആളില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. മാസങ്ങളായി തൊണ്ടിമല പന്നിയാർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. തോണ്ടിമലയ്ക്ക് സമീപം ഒറ്റയാൻ വീട് തകർത്തു. ഇടിഗർ എസ്റ്റേറ്റ് ഭാഗത്തെ സന്തോഷ് രാജയുടെ വീടാണ് ഇന്ന് വെളുപ്പിന് 2 മണിക്ക് ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാൻ തകർത്തത്. സന്തോഷ് രാജിന്റെ 2 വയസ്സുള്ള മകൻ ലിയോൺസണുമായി ഇവരുടെ കുടുംബം തമിഴ്നാട്ടിലെ ആശുപത്രിയിലായിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ஆஸ்பத்திரிக்கு போயிருந்தது. ஆஸ்பத்திரி போயிட்டு காலையில் 2 மணிக்கு நைட்டு ஒரு 2 மணிக்கு வந்துட்டு இவ்வளோ சம்பவம் நடந்தது. காலையில் எனக்கு ஆள்கார் പറഞ്ഞ பிறகு தான் தெரியும். இப்போ நான் வந்துட்டு അമ്മയും കൊച്ചിയും ഉണ്ട്. സന്തോഷ് രാജ്, ഭാര്യ ഷിബി, അമ്മ കന്നിയമ്മാൾ എന്നിവരാണ് ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. കന്നിയമ്മാളും മകൻ ലിയോൺസണും ഉറങ്ങിയിരുന്ന മുറിയുടെ ഭിത്തിയും ജനാലയുമാണ് ഒറ്റയാൻ തകർത്തത്. ഇവിടെയുണ്ടായിരുന്ന വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. നാട്ടുകാർ ബഹളം വെച്ചതോടെയാണ് ഒറ്റയാൻ ഇവിടെ നിന്ന് പോയത്. 2:30 ആകുമ്പോൾ ആന വന്ന് മൊത്തം വാളയും ചവിട്ടിട്ട് ഈ മുറിയൊക്കെ മൊത്തം തകർത്ത് കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഇവിടെ ആളില്ല കൊണ്ട് തന്നെ നമ്മൾ കാണിക്കും. രാവിലെ വരുമ്പോൾ ആൾക്കാർ പറഞ്ഞായിരുന്നു. ആൾക്കാർ പറയുമ്പോൾ இந்த மாதிரி ஆனை வந்தாருன்னு നോക്കാൻ കൂടിയാണ് സംഭവം സംസാരിക്കുന്നത്. 10 വർഷം മുൻപും സന്തോഷ് രാജിന്റെ വീട് കാട്ടാന ആക്രമണത്തിൽ തകർന്നിരുന്നു.
അന്ന് പുല്ലുമേഞ്ഞിരുന്ന വീടിന്റെ അതിമുറിയാണ് ഇത്തവണയും കാട്ടാന തകർത്തത്. അന്നും ഇവരുടെ കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സന്തോഷ് രാജിന്റെ വീട് തകർത്ത കാട്ടാന സമീപത്തെ ഏലത്തോട്ടത്തിലും വ്യാപക നാശനഷ്ടമുണ്ടാക്കി. മാസങ്ങളായി തോണ്ടിമല, പന്നിയാർ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. സിറ്റി വിഷൻ, ശാന്തൻപാറ. സർക്കാരിന്റെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിനെതിരെ വിമർശനവുമായി ആദിവാസി കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി രംഗത്ത്. സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ലഭിക്കേണ്ടുന്ന പല ആനുകൂല്യങ്ങളും ഇല്ലാതാകാൻ കാരണമാകുമെന്ന ആശങ്കയിലാണ് ആദിവാസി കുടുംബങ്ങളെന്ന് ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിദരിദ്രരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താതെ പൊള്ളിയായ പ്രഖ്യാപനം മാത്രമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളതെന്നും ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിക്കുന്നു. സർക്കാരിന്റെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിനെതിരെ വിവിധ ആശങ്കകളും രോഷവിമർശനവുമാണ് ആദിവാസി കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി മുമ്പോട്ട് വയ്ക്കുന്നത്. ആദിവാസി കുടുംബങ്ങളിൽ ഭൂരിപക്ഷം പേരും AAY മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണെന്നും ഇപ്പോഴത്തെ പ്രഖ്യാപനത്തിലൂടെ ഇത്തരക്കാരുടെ റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിയുണ്ടാകുമെന്നുള്ള ആശങ്ക ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം മുമ്പോട്ട് വയ്ക്കുന്നു. ആശ്രയ പാലിയേറ്റീവ് സൗജന്യ ചികിത്സ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, അമ്മമാർക്കും കുട്ടികൾക്കും നൽകുന്ന പ്രത്യേക പരിരക്ഷകൾ, NHM പോലുള്ള പദ്ധതികൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭവന നിർമ്മാണ പദ്ധതികൾ ഇവയെല്ലാം വെട്ടിക്കുറയ്ക്കപ്പെടുമോ എന്ന ആശങ്കയും ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം മുമ്പോട്ട് വയ്ക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിദരിദ്രരില്ലാത്ത കേരളത്തിലേക്ക് കേന്ദ്രം നാളുകളിൽ കൊടുക്കുന്ന ഇപ്പോൾ അതിദരിദ്രമുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പ്രത്യേക പാക്കേജുകൾ, പദ്ധതികൾ, ഈ പദ്ധതികളൊക്കെ നാളെ ഓരോ വർഷത്തെ വരുന്ന അപ്ഡേഷൻ അനുസരിച്ച് കുറവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്ന കാര്യം കേരളത്തിൽ ഇന്ന് പട്ടികവർഗക്കാർക്ക് കിട്ടുന്ന AAY ആനുകൂല്യങ്ങൾ 36 കിലോ അരി അത് അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് 4 കിലോയായി ചുരുങ്ങും. അതുപോലെ തന്നെ ചികിത്സാ രംഗത്തുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ പാലിയേറ്റീവ് സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിർത്തലാക്കും. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെയും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിർത്തലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിദാരിദ്രരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താതെ പൊള്ളയായ പ്രഖ്യാപനം മാത്രമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളതെന്നും ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിക്കുന്നു. കേരളത്തിൽ 5 ലക്ഷത്തിലധികം അതിദരിദ്രർ ഉണ്ടെന്നിരിക്കെ പ്രത്യേക പദ്ധതികളോ പാക്കേജുകളോ നടപ്പാക്കാതെ എങ്ങനെയാണ് ഇവരെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കിയതെന്ന് സർക്കാർ വ്യക്തമാക്കണം. അതിദാരിദ്രർ ഇല്ലെന്ന കണ്ടെത്തിയ സർക്കാരിന്റെ വിവരശേഖരണം പുറത്തുവിടണം. ഇപ്പോഴത്തെ സർക്കാർ പ്രഖ്യാപനം പട്ടികജാതി പട്ടികവർഗക്കാരുടെ സമഗ്ര വികസന പദ്ധതികൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ ആദിവാസി കോൺഗ്രസ് വലിയ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് KN മണി, സുകുമാരൻ കുന്നംപുറത്ത്, സുബി കുന്തളായിൽ, KP പ്രദീപ് എന്നിവർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സിറ്റി വിഷൻ, അടിമാലി. സഞ്ചാരികൾക്ക് ഇടുക്കി ആർച്ച് ഡാം ഇനി നടന്നു കാണാം. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കാൽനട യാത്രയ്ക്കുള്ള ടിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ വർധനവ് കണക്കിലെടുത്തും എല്ലാ സഞ്ചാരികൾക്കും ഡാം കാണാൻ അവസരം ലഭിക്കണമെന്നതും പരിഗണിച്ചാണ് സർക്കാർ കാൽനട യാത്രികർക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചതെന്ന് ടിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. രാവിലെ 10 മുതൽ വൈകിട്ട് 3:30 വരെയാണ് ഡാം സന്ദർശന സമയം. കാൽനട യാത്രയ്ക്ക് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ബഗ്ഗി കാർ യാത്രയ്ക്ക് ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 8 ബഗ്ഗി കാർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ദിവസവും 3750 പേർക്കാണ് സന്ദർശനാനുമതിയുള്ളത്. 2500 പേർക്ക് ഓൺലൈൻ മുഖേന കാൽനട യാത്രയ്ക്കും 1248 പേർക്ക് ബഗ്ഗി കാർ സേവനം പ്രയോജനപ്പെടുത്തിയും ഡാം സന്ദർശിക്കാം. ഓൺലൈൻ ബുക്കിംഗിൽ യാത്രക്കാർ പൂർണ്ണമായില്ലെങ്കിൽ സ്പോട്ട് ടിക്കറ്റിംഗ് സംവിധാനവും പ്രയോജനപ്പെടുത്താം. മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നിരന്തര ഇടപെടലുകളെ തുടർന്നാണ് സഞ്ചാരികൾക്ക് ഇടുക്കി ഡാം നടന്നു കാണുന്നതിന് അനുമതി ലഭിച്ചത്. കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണ് ഡാമിൽ സന്ദർശനാനുമതി നൽകിയിട്ടുള്ളതെന്നും സഞ്ചാരികൾ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു.
ഡാം പരിസരത്ത് നടന്ന ടിക്കറ്റ് വിതരണോദ്ഘാടന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനിൽ നിന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോസ് കുഴിക്കണ്ടം ടിക്കറ്റ് ഏറ്റുവാങ്ങി. ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ഡാം സേഫ്റ്റി അതോറിറ്റി നിശ്ചയിച്ച പ്രകാരമുള്ള മാനദണ്ഡങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഈ ക്രമീകരണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വരുന്ന ആൾക്കാർ ഇക്കാര്യത്തിൽ സന്ദർശകരായി വരുന്നവരും ടൂറിസ്റ്റുകളും നല്ലവണ്ണം കോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് വരാനും കാണാനും പോകാനും ഒക്കെ അവസരം ഒരുക്കണമെങ്കിൽ അതെല്ലാവരുടെയും കൂടെ സംയോജിപ്പിച്ചിട്ടുള്ള നല്ല നിയന്ത്രണവും അതോടൊപ്പം ആത്മസംയമനവും ആവശ്യമാണ്. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, വൈദ്യുതി പ്രിൻസിപ്പൽ സെക്രട്ടറി, KACB ബോർഡ് ചെയർമാൻ, ഹൈഡൽ ടൂറിസം ഡയറക്ടർ, ഇടുക്കി ജില്ലാ കളക്ടർ, മറ്റ് ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടത്തിയ നിരന്തര ചർച്ചകളെ തുടർന്നാണ് ഇടുക്കി ഡാമിൽ കാൽനട യാത്രയ്ക്ക് അനുമതി ലഭ്യമായത്. ഇന്നലെ വരെ ബഗ്ഗി കാറുകളിൽ മാത്രമായിരുന്നു സഞ്ചാരികൾക്ക് സന്ദർശനാനുമതി നൽകിയിരുന്നത്. നിലവിൽ നവംബർ 30 വരെയാണ് സന്ദർശനാനുമതി നൽകിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു, ഹൈഡൽ ടൂറിസം സെന്റർ സീനിയർ മാനേജർ ജോയൽ തോമസ്, ഡാം സേഫ്റ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൈന, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ റോമിയോ സെബാസ്റ്റ്യൻ, ഷിജോ തടത്തിൽ എന്നിവരും മന്ത്രിക്കൊപ്പം ഡാം സന്ദർശനം നടത്തി. സിറ്റി വിഷൻ, ഇടുക്കി. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രായം ചെന്ന വയോധികയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. 100 വയസ്സ് പിന്നിട്ട് ചെമ്മണ്ണാർ കല്ലംപ്ലാക്കൽ മറിയത്തെയാണ് ആദരിച്ചത്. 100 വയസ്സ് പിന്നിട്ട് ചെമ്മണ്ണാർ കല്ലംപ്ലാക്കൽ മറിയത്തെ കോൺഗ്രസ് ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ആധാറിൽ 1919 മറിയ ജന്മവർഷം. എന്നാൽ 1912 അമ്മ ജനിച്ചെന്നുള്ള വിവരമാണ് ജന്മനാടായ എടക്കുന്നിൽ നിന്ന് ലഭിച്ചതെന്നാണ് മക്കളായ അച്ചാമ്മയും ഫിലോമിനയും പറയുന്നു. 1912 എടക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് കരിപ്പമറ്റത്തെ വീട്ടിൽ ജനിച്ചതാണ്. അമ്മച്ചിയൊക്കെ 2 പെണ്ണും 2 ആണും. അവർ 3 പേര് മരിച്ചു. ഇനിയിപ്പോൾ അമ്മച്ചി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇതിൽ പരം ഒരു സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിലില്ല. അമ്മച്ചിയുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് കഴിയുമ്പോൾ എല്ലാ മക്കളും നല്ല രീതിയിൽ തന്നെയാണ് കഴിയുന്നത്. എൻ്റെ മോനാണ് ഒരു അച്ഛനാകാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആങ്ങളുടെ മക്കളെ, ചേച്ചിമാരുടെ മക്കളെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നു. 5 തലമുറകൾക്കൊപ്പം ജീവിച്ച മറിയത്തിന് 2 ആൺമക്കളും 7 പെൺമക്കളുമാണുള്ളത്. മക്കളും അവരുടെ മക്കളും കൊച്ചുമക്കളുമൊക്കെയായി 93 അംഗങ്ങളുണ്ട്. ചെമ്മണ്ണാറിൽ മക്കളായ അച്ചാമ്മയ്ക്കും ഫിലോമിനയ്ക്കുമൊപ്പമാണ് മറിയം താമസിക്കുന്നത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത മറിയം പുലർച്ചെ 5 മുൻപ് എഴുന്നേൽക്കും. എഴുന്നേറ്റാലുടൻ 1 ഗ്ലാസ് പച്ചവെള്ളം നിർബന്ധമാണ്. അതിനുശേഷം പ്രാർത്ഥനയുമുണ്ട്. വൈകിട്ട് കിടക്കുമ്പോഴും ഇങ്ങനെ തന്നെ. കണ്ണടയില്ലാതെ തന്നെ ബൈബിളും പത്രവും നിത്യേന വായിക്കുന്ന മറിയം നാട്ടിലെ വിശേഷങ്ങളൊക്കെ ബന്ധുക്കളോട് പങ്കുവെക്കാറുണ്ട്. ഉടുമ്പൻചോല പഞ്ചായത്തിലെ ഏറ്റവും പ്രായമുള്ളയാൾ എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മറിയത്തെ ആദരിച്ചത്. എനിക്ക് തോന്നുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള, അതായത് ഈ അമ്മച്ചിക്ക് 113 വയസ്സ് പ്രായമുണ്ടെന്നാണ് മക്കൾ പറയുന്നത്. ഈ പഞ്ചായത്തിൽ ഇത്രയും ദീർഘായുസ്സോടുകൂടിയിരിക്കുന്ന അമ്മച്ചിയാണ് നമ്മളിപ്പം ഈ കാണുന്നത്. അമ്മച്ചിക്ക് നല്ലൊരു ദീർഘായുസ് ഇനിയും കൊടുക്കട്ടെ എന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് ടിബിൻ പി ജോർജ്, ബെന്നി തുണ്ടത്തിൽ, സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ, ബാബു മേലാളത്ത്, സെബാസ്റ്റ്യൻ അഞ്ചുമനയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. ഇനി ചെറിയൊരിടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഗതാഗത തടസ്സം മൂലം വീർപ്പുമുട്ടുന്ന കട്ടപ്പനയിൽ നഗരസഭ പള്ളിക്കവല ബൈപ്പാസ് റോഡിൽ ആളുകൾക്ക് നടക്കാനുള്ള നടപ്പാതയിൽ സ്വകാര്യ വാഹനങ്ങൾ നിർത്തുന്നത് ശ്രദ്ധിക്കാതെ നഗരസഭ. നടപ്പാതയിൽ വാഹന പാർക്കിംഗ് മൂലം സാധാരണ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെതിരെ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് CPI ലോക്കൽ സെക്രട്ടറി ഗിരീഷ് മാലി പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഇടതുവശത്ത് കാണുന്നത് ഒരു നടപ്പാതയാണ്. ഈ നടപ്പാത നിർമ്മിച്ചിരിക്കുന്നത് തന്നെ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്കും അതോടൊപ്പം തന്നെ സെൻറ്റ് ജോൺസ് നേഴ്സിംഗ് കോളേജിലേക്കും സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ നടപ്പാത ഇവിടെ പണി തീർത്തിരിക്കുന്നത്. യാതൊരു തത്വദീക്ഷയുമില്ലാതെയാണ് ഇക്കാര്യത്തിലും കട്ടപ്പന നഗരസഭ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പന നഗരസഭ ചെയർമാനായിട്ടുള്ള ഒരു ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുണ്ട്. ഈ പ്രശ്നമൊക്കെ അഡ്വൈസറി കമ്മിറ്റിക്ക് മുമ്പായി കൊണ്ടുവന്ന് ഇവിടെ ഈ നടപ്പാതയിൽ കയറ്റിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കാനുള്ള അവസരം സൃഷ്ടിക്കേണ്ട ചുമതല നഗരസഭയ്ക്കും അതോടൊപ്പം തന്നെ പോലീസിനുമുണ്ട്. അതല്ലാണ്ട് ഇവിടുത്തെ പോലീസ് മറ്റ് ബിവറേജിൽ നിന്ന് പോയി മദ്യം മേടിച്ചുകൊണ്ട് വരുന്നവരെ ഊതിക്കൽ മാത്രമല്ല പോലീസിൻ്റെ ജോലി. പോലീസ് സ്റ്റേഷൻ സമീപമാണ് ഈ നടപ്പാത. ആ നടപ്പാതയിലാണ് ഒരാൾക്ക് പോലും നടക്കുവാൻ കഴിയാത്ത നിലയിൽ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയുടെ 58ാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കവും പരിശുദ്ധ എൽദോ മോർ ബസോലിയോസ് ബാവയുടെ ശ്രദ്ധ പെരുന്നാളും ഈ മാസം 12, 13, 14 തീയതികളിൽ നടക്കും. ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രോപോലീത്ത, മാത്യൂസ് മോർ അഫ്രേം മെത്രോപോലീത്ത എന്നിവർ തിരുനാൾ കർമ്മങ്ങളിൽ കാർമ്മികത്വം വഹിക്കും. ഈ മാസം 12 മുതൽ 3 ദിവസങ്ങളിലായിട്ടാണ് അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയുടെ 58ാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിൻ്റെ സുനോറോ വണക്കവും പരിശുദ്ധ എൽദോ മോർ ബസോലിയോസ് ബാവയുടെ ശ്രദ്ധ പെരുന്നാളും നടക്കുന്നത്. 12 രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്കും ശേഷം തിരുനാളിന് കൊടിയുയരും. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും മതസൗഹാർദ്ദ സന്ധ്യയും നടക്കും. ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രോപോലീത്ത, മാത്യൂസ് മോർ അഫ്രം മെത്രോപോലീത്ത എന്നിവർ തിരുനാൾ കർമ്മങ്ങളിൽ കാർമ്മികത്വം വഹിക്കും. അങ്കമാലി ഭദ്രാസനത്തിലെ ഹൈറേഞ്ച് മേഖലയുടെ അഭിവന്ദ്യ ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രോപോലീത്തയുടെയും അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയുടെ അഭിവന്ദ്യ മാത്യൂസ് മോർ അഫ്രേം മെത്രോപോലീത്തയുടെയും പ്രധാന കാർമ്മികത്വത്തിൽ പൂർവാധികം ഭംഗിയായി ഈ വർഷത്തെ പെരുന്നാൾ നടത്തുവാൻ കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. എല്ലാ വിശ്വാസികളും നേർച്ച കാഴ്ചകളോടുകൂടി ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുവാൻ കർത്തൃനാമത്തിൽ ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. 13 രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രോപോലീത്തയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടക്കും. വൈകിട്ട് 5:30 സന്ധ്യാപ്രാർത്ഥനയും
പ്രസംഗവും നടക്കും. തുടർന്ന് 7-ന് സുനോറോ വണക്കവും പ്രദക്ഷിണവും നടക്കും. തിരുനാളിന്റെ അവസാന ദിവസം രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്യൂസ് മോർ അഫ്രേം മെത്രോപൊലീത്തയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും. തുടർന്ന് സുനോറോ വണക്കവും നെയ്യപ്പ നേർച്ചയും പ്രദക്ഷിണവും നടക്കും. തുടർന്ന് നേർച്ച സന്ധ്യയ്ക്കും ലേലത്തിനും ശേഷം തിരുനാളിന് കൊടിയിറങ്ങും. തിരുനാളിന്റെ 2-ാം ദിനം വൈകിട്ട് പ്രദക്ഷിണ ശേഷം നേർച്ച സദ്യയും വാദ്യമേളവും കരിമരുന്ന് പ്രകടനവും നടക്കുമെന്നും പള്ളി വികാരി ഫാദർ എൽദോ വർഗീസ് ആരിപ്പിള്ളിൽ, സഹവികാരി ഫാദർ ജോബിൻ മാർക്കോസ് മൈലോത്തോട്ടത്തിൽ, KC ജോർജ് കൊച്ചുകുടിയിൽ, സജീവ് TB തേവർ മഠത്തിൽ, PV ഏലിയാസ് പുത്തയത്ത്, സജി മാത്യു, ടൈറ്റസ് K എബ്രഹാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ഉപ്പുതറ അമ്പലപ്പാറ ശ്രീ ശുഭാനന്ദ തപോഗിരി തീർത്ഥാടനത്തിന് കൊടിയേറി. ശ്രീ ശുഭാനന്ദഗിരി മുഖ്യാചാര്യൻ സ്വാമി കൃഷ്ണദാസ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. മുഖ്യ തീർത്ഥാടന ദിനമായ 17-ന് നടക്കുന്ന ആത്മീയ സമ്മേളനം സ്വാമി സൂക്ഷ്മാനന്ദ ഉദ്ഘാടനം ചെയ്യും. ആത്മബോധോദയ സംഘം സ്ഥാപകൻ ശ്രീ ശുഭാനന്ദ സ്വാമികൾ തപസ്സനുഷ്ഠിച്ച അമ്പലപ്പാറ തപോഗിരി തീർത്ഥാടനത്തിനും തപസ് പൂർത്തീകരണത്തിന്റെ 111-ാം വാർഷികത്തിനും കൊടിയേറി. 6 മുതൽ 17 വരെയാണ് തീർത്ഥാടനം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമാണ് അമ്പലപ്പാറ തപോഗിരി. ഇരുമുടി കെട്ടുമേന്തിയാണ് ഇവിടെ ഭക്തർ മല ചവിട്ടി സായുജ്യമടയുന്നത്. 1090 കൊല്ലവർഷം 1090 വൃശ്ചികം 1-നാണ് 12 വർഷത്തെ തപശ്ചര്യ പൂർത്തിയാക്കിക്കൊണ്ട് ആത്മബോധോദയ സംഘത്തിന് രൂപം നൽകിക്കൊണ്ട് തപോഗിരിമല വിട്ടിറങ്ങുന്നത്. ഏതാണ്ട് 111 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 1965-ൽ തപോഗിരി തീർത്ഥാടനം ആരംഭിച്ചു. ഏതാനും ചില ആളുകൾ തുടങ്ങിവെച്ച തപോഗിരി തീർത്ഥാടനം ഇന്ന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആത്മബോധോദയ സംഘാംഗങ്ങളും ശുഭാനന്ദാദൃശ്യ വിശ്വാസികളും ആയിരക്കണക്കിന് ആയിട്ട് തീർത്ഥാടനമായിട്ട് തപോഗിരിയിൽ എത്തിച്ചേരുന്നു. കൊടിമരച്ചുവട്ടിൽ ദക്ഷിണ, നേർച്ച, അനുഗ്രഹ പ്രാർത്ഥന, 12-ന് പ്രഭാഷണം, വൈകിട്ട് 7-ന് വിശേഷാൽ ആരാധന, ആത്മീയ പ്രഭാഷണം, വെള്ളിയാഴ്ച മുതൽ എല്ലാ ദിവസവും രാവിലെ 6-ന് ഗുരുപൂജ, വിശേഷാൽ ആരാധന, 8-ന് നാമസങ്കീർത്തനാപനം, 12 മുതൽ വിശേഷാൽ ആരാധന, വൈകിട്ട് 7 മുതൽ ആത്മീയ പ്രഭാഷണം, 16 വൈകിട്ട് 7-ന് ആത്മീയ സമ്മേളനം സ്വാമി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. സ്വാമി ത്യാഗാനന്ദ അധ്യക്ഷനാകും. പ്രധാന തീർത്ഥാടന ദിനമായ 17 രാവിലെ 6-ന് ഗുരുപൂജ, ദക്ഷിണ, കാണിക്ക, വിശേഷാൽ ആരാധന, 6:30 മുതൽ ഇരുമുടിക്കെട്ട് സ്വീകരണം, 10 മുതൽ ഭജൻ, 11-ന് ആത്മീയ സമ്മേളനം സ്വാമി സൂക്ഷ്മാനന്ദ ഉദ്ഘാടനം ചെയ്യും. സ്വാമി ജീവാനന്ദ മഹാരാജ് മുഖ്യപ്രഭാഷണം നടത്തും. സ്വാമി കൃഷ്ണദാസ് അധ്യക്ഷനാകും. തുടർന്ന് ഭക്തിഗാനസുധ, രാത്രി 8 മുതൽ ആത്മീയ പ്രഭാഷണം, 18-ന് രാവിലെ 5:30-ന് ശാന്തിദാനാർപ്പണം. തുടർന്ന് ചടങ്ങുകൾക്ക് കൊടിയിറങ്ങും. സിറ്റി വിഷൻ, ഉപ്പുതറ. കീടനാശിനികളുടെ ഉപയോഗമടക്കം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കർഷകരെ ബോധവൽക്കരിക്കുന്നതിനും ജൈവപരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനും ആർട്ട്ഷോപ്പ് റീറ്റെയിലിന്റെ നേതൃത്വത്തിൽ തോപ്രാംകുടി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ കാർഷിക സെമിനാറും സംരംഭക സംഗമവും സംഘടിപ്പിക്കുമെന്ന ഭാരവാഹികൾ അറിയിച്ചു. ലാഭവിഹിതം ഉപഭോക്താക്കളിലേക്ക് എന്നുള്ള വലിയൊരു സന്ദേശം ഉയർത്തിക്കൊണ്ട് ഇടുക്കി ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നമ്മൾ തരംഗം 2025 എന്നുള്ള പേരിൽ ആർട്ട്ഷോപ്പ് റീറ്റെയിലിൻ്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയാണ്. 100 കണക്കിന് കൃഷിക്കാരാണ് ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച 10-ാം തീയതി രാവിലെ 9:30 മുതൽ തോപ്രാംകുടി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇതേ കാർഷിക സെമിനാറും സംരംഭക സംഗമവും സംഘടിപ്പിക്കുകയാണ് ആർട്ട്ഷോപ്പിൻ്റെ നേതൃത്വത്തിൽ. ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കൃഷിക്കാർക്ക് 1560 രൂപ വില വരുന്ന മോഡേൺ ബയോടെക്നോളജി വളം സൗജന്യമായി നൽകുന്നു. ഈ നാട്ടിലുള്ള മുഴുവൻ കൃഷിക്കാരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം.
22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്, 92.5 വെള്ളി ആഭരണങ്ങൾ, എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,185 രൂപ, പവന് 89,480 രൂപ, വെള്ളി ഗ്രാമിന് 165 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയുടെ തോട്ടം മേഖലയിൽ കരുത്ത് കാട്ടാനൊരുങ്ങി DMK. പീരുമേട്, ദേവികുളം താലൂക്കുകളിലാണ് DMK ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും DMK നേതാക്കൾ. ഇടുക്കിയിൽ വീണ്ടും കാട്ടാനാക്രമണം. ശാന്തൻപാറ തൊണ്ടിമലയിൽ ഒറ്റയാൻ വീട് തകർത്തു. സന്തോഷ് രാജയുടെ വീടാണ് വെളുപ്പിന് 2 മണിക്ക് ചക്കക്കൊമ്പൻ തകർത്തത്. വീട്ടിൽ ആളില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. സർക്കാരിന്റെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിനെതിരെ വിമർശനവുമായി ആദിവാസി കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി. സഞ്ചാരികൾക്ക് ഇടുക്കി ആർച്ച് ഡാം ഇനി നടന്നു കാണാം. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കാൽനട യാത്രയ്ക്കുള്ള ടിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.